എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡിഫിക്കൽട്ട് മാർക്കറ്റ് തന്നെ ആയിരുന്നു എന്ന് പറയാം. കാരണം രാവിലെ, അതായത് ഫസ്റ്റ് ട്രേഡ് എന്ന് ഞങ്ങളെ വല്ലാതെ വട്ടം തിരിച്ചു എന്ന് തന്നെ പറയണം. പറയാതിരിക്കാൻ നിർവാഹമില്ല. മിഡ് ക്യാപ് നിഫ്റ്റി 11,875 നമ്മൾ എടുത്തു. ആ സമയത്ത് മിഡ് ക്യാപ് നിഫ്റ്റി 80 പോയിന്റ് നെഗറ്റീവിലായിരുന്നു. 80 പോയിന്റ് നെഗറ്റീവായ മിഡ് ക്യാപ്പ് ഞങ്ങൾ ഇവിടെ ട്രേഡ് ഈ സ്ട്രൈക്ക് 10 രൂപയ്ക്ക് എടുത്തിട്ട് ഇതേ മിഡ് ക്യാപ്പ് 80 എന്നുള്ളത് 145 വന്നിട്ടും ഇവിടത്തെ സ്ട്രൈക്ക് 10 എന്നുള്ളത് 6ലേക്ക് എത്തി. എന്തൊരു കബളിപ്പിക്കലായിരുന്നു ഇന്ന്. ശരിക്ക് ട്രാപ്പിൽ പെട്ടു. രണ്ടാമത്തെ ബാങ്ക് എക്സും ഇതോടൊപ്പം തന്നെ എടുത്തതാണ്. 40 എന്നുള്ളത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അപ്പോൾ ഇത് രണ്ടും ഇന്ന് രാവിലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സിൽ ഇന്ന് ന്യൂ മെമ്പേഴ്സൊക്കെ ഉണ്ട്. അവരോട് പറഞ്ഞു പാനിക്കായി നിങ്ങൾ സ്വയം എടുത്ത് കുടുങ്ങാൻ നിൽക്കരുത്, ഇന്ന് മാർക്കറ്റ് ട്രാപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേ ടൈമിൽ തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു 100 രൂപയ്ക്ക് എടുത്തു, സ്റ്റോപ്പ് ലോസ് 70. ഇത് ഏകദേശം അരമണിക്കൂറാണ് വട്ടം കറക്കിയത്. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല. 120 വരെ പോയി, വീണ്ടും താഴെ വന്നു, സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല. വീണ്ടും അത് 140, 166 എന്നിങ്ങനെ പ്രോഫിറ്റ് കിട്ടി. അതോടൊപ്പം തന്നെ തുടർന്ന് ഉള്ള ട്രേഡുകളിലും മിഡ് ക്യാപ്പ് 6.7, 6.8, ഈ 6.82 പോയിന്റ് വരെ പോയിട്ടുണ്ട്. 6.82. പക്ഷെ ഞങ്ങൾ 11 ബുക്ക് ചെയ്തവരുണ്ട്, 15 ബുക്ക് ചെയ്തവരുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ലോസ് ഈ ഫസ്റ്റ് എടുത്ത 2 ട്രേഡിലെ ലോസ് ഇതിൽ റിക്കവറായി. പിന്നീട് എടുത്ത ട്രേഡുകളെല്ലാം ഞങ്ങൾക്ക് പ്രോഫിറ്റ് തന്നെയായിരുന്നു. സ്റ്റോക്ക് ഓപ്ഷനിൽ ഇന്ന് നോക്കൂ, ശ്രീറാം ഫിനാൻസ് 74 മുതൽ 98 വരെ പോയിട്ടുണ്ട്, അത് പ്രോഫിറ്റാണ്. ആസ്ട്രൽ 43 ഏകദേശം, ഞങ്ങൾ 46, 50 പക്ഷേ അത് ഒരുപാട് മുകളിലേക്ക് പോയി. അതേപോലെ അതും പ്രോഫിറ്റാണ്. 2 അപ്പോളോ ഹോസ്പിറ്റൽ, ഇത് പ്രോഫിറ്റാണ്. അതേപോലെ നൗക്കരി ഞങ്ങൾ എൻട്രി കിട്ടിയില്ല, അത് പറന്നുപോയി, അത് ക്യാൻസൽ കൊടുത്തു. ICICI അത് എൻട്രി കിട്ടിയിട്ടില്ല. ഗ്രാസിം എൻട്രി കിട്ടിയില്ല. ഇപ്പോൾ വൈകുന്നേരം ക്രൂഡ് 208 കൊടുത്തത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. നാച്ചുറൽ ഗ്യാസ് പക്ഷേ ഞങ്ങൾ 24 മുതൽ ഫസ്റ്റ് ടാർഗറ്റ് 25.50 ഞങ്ങൾക്ക് അടിച്ചു. അപ്പോൾ ഈ 25.50 ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് എന്ന് പറയുമ്പോൾ 1250, 625, 1875 രൂപ. അപ്പോൾ ഇതിൽ പോയ 1000 പുറമെ 875 ഒരു ലോട്ടിൽ എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഇത് 25.50 പോയി 27 എത്തി, 27 പോയിട്ടുണ്ട്. അതേപോലെ ക്രൂഡ് ഓയിൽ റീ എൻട്രി എടുക്കാൻ പറഞ്ഞു, 190 എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 193 വരെ എന്താണ് വന്നിട്ടുള്ളൂ, 190 എത്തിയില്ല. അത് എടുത്തുണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ സെയിം പ്രൈസിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് 211 വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സ്റ്റോക്ക് ഓപ്ഷൻ, കമ്മോഡിറ്റി, ഇൻഡെക്സ് ഓപ്ഷൻ എല്ലാം ഇന്ന് പ്രോഫിറ്റാണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ കഴിഞ്ഞ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9 ദിവസമായി ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഇന്ന് അത്ഭുതപൂർവമായ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിരിക്കുകയാണ്. അതും ഗ്യാപ്പ് ഡൗണിന് ശേഷം. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരു ഗ്യാപ്പ് ഡൗണിന് ശേഷം മുകളിലേക്ക് ഒരു റിക്കവറി നടത്തി ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഡൗൺ വന്നതിന് ശേഷം ഇത്രയും ഒരു റിക്കവറി നടത്താനുള്ള കാരണം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞ വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ 9 ക്യാൻഡിലിൽ 8 ക്യാൻഡിലും റെഡാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഇവിടെ ഡോജി വെച്ചൊരു ഗ്രീൻ ക്യാൻഡിലുണ്ട്, ഇതിനെ നമ്മൾ റെഡായിട്ട് തന്നെ കണക്ക് കൂട്ടണമെന്ന്. പക്ഷേ ഇവിടെ ഒരേ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, റെഡ് ക്യാൻഡിലുകൾ വെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിനെ താഴെ ക്ലോസ് ചെയ്ത് വീണ്ടും ഇന്ന് അതിനും താഴെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് പിന്നീട് മുകളിലേക്ക് ഒരു റിക്കവർ നടത്തി ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. നേരത്തെ ഇവിടെ 23,338 ഒരു ലൈന് നമ്മൾ വരച്ചിരുന്നു. 23,334 കേട്ടോ. അതായത് ഇവിടെ ഡോജി വെച്ചിരിക്കുന്ന ഈ ക്യാൻഡിൽ ഗ്രീൻ ആണ്. അപ്പം നമ്മൾ ഇവിടെ ഇതൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നോക്കൂ, 23,336 ഈ ഒരു ലൈനിനെ എത്ര കൃത്യമായി റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഈ ലൈനിനെ ടച്ച് ചെയ്തു. നോക്കൂ, 23,350 വരെ വന്നിട്ടാണ് മുകളിലേക്ക് പോയത്.
23,336 ഇതിൻ്റെ ലോ. 34. ഓക്കെ, അപ്പോൾ ഈ ലൈന് വളരെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ എങ്ങനെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഓപ്ഷൻ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ്, അതായത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു റെസിസ്റ്റൻസ് വരച്ചിട്ട് 47,410 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും. സ്വിംഗ് ട്രേഡേഴ്സിനാണ് കേട്ടോ, 1 ഡേ ക്യാൻഡിൽ ടൈം ഫ്രെയിമാണിത്. സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് അത് റെസ്പെക്റ്റ് ചെയ്തു, ഇവിടെ മുകളിലേക്ക് ക്രോസ് ചെയ്തു, പിന്നെ അത് വീണ്ടും താഴേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് വന്നത് ആ ലൈന് ക്രോസ് ചെയ്ത് മുകളിൽ പോയി, പിന്നെ വന്ന് വീണ്ടും ഇത് റെസ്പെക്റ്റ് ചെയ്ത്. പക്ഷേ അതിനിടയ്ക്ക് ഈ ഇലക്ഷൻ സമയത്ത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് താഴേക്ക് വന്ന് അതേ വേഗത്തിൽ തന്നെ മുകളിലേക്കും പോയി. പിന്നീട് ഇവിടെ നിന്നും 51,703 51,956 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്ത് 51,957 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ നാളെ ട്രേഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്ന് നോക്കാം. നമ്മുടെ അനലൈസ് എപ്പോഴും സക്സസ് ആവാറുണ്ട്. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്ന ലൈനിന് മേലെ ക്രോസ് ആൻഡ് ക്ലോസ് കൊടുക്കുന്ന പക്ഷം ട്രേഡ് എടുക്കുന്നവർക്കൊക്കെ 150-200 പോയിൻറ്റോളം പ്രോഫിറ്റ് ലഭിക്കാറുണ്ട്. എടുക്കുന്നുണ്ടെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. അതായത് പ്രീവിയസ് ഹൈ 51,900 കുറച്ച് വലുതാകട്ടെ, 51,958 ഈ ഒരു ലൈന് നാളെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഈ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ലൈൻ ക്ലോസ് ചെയ്തതിന് ശേഷം ക്യാൻഡിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണ്. അതായത് ഇവിടെ നിന്ന് പോയി, ഇവിടെ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് പോയി ഈ ലൈന് ക്രോസ് ചെയ്ത് ഈ ലൈനിൻ്റെ മേലെ ക്ലോസ് ചെയ്യണം. ഓക്കെ, അതായത് കളർ മാറ്റാം. ഈ ലൈനിൻ്റെ മേലെ ക്ലോസ് ചെയ്താൽ നമുക്ക് ധൈര്യമായിട്ട് എടുത്തു പോകാം. അതേസമയം ഈ ലൈന് ക്രോസ് ചെയ്തുകൊണ്ട് മേലേക്ക് പോയി വീണ്ടും താഴെ വന്ന് ക്ലോസ് ചെയ്തു. അതേസമയം ഇവിടെ ഒരു ടൈലും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും അത് എടുത്തു പോകരുത്. നേരത്തെ വരച്ച പോലെ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യണം, അപ്പോൾ മാത്രമേ എടുത്തു പോകാൻ പറ്റുള്ളൂ. അതാണ് ക്രോസ് ആൻഡ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 51,958 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാം. ഇനി താഴേക്ക് നോക്കുകയാണെങ്കിൽ 51,188. പക്ഷേ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ നമ്മൾ താഴേക്ക് എടുത്തു വരാൻ പറ്റുമോ? പാടില്ല. അടുത്ത ഒരു സപ്പോർട്ട് കാണണം. ഇവിടെ നിന്നും, അതായത് 1 അവറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇവിടെ നിന്നും അല്പം താഴേക്ക് 50,900 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് എടുത്ത് വരാം. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള സെറ്റപ്പ് ഇങ്ങനെയാണ്. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ ഇറങ്ങരുത്. പരമാവധി സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, 1:2 സ്റ്റോപ്പ് ലോസ് വെച്ചാലും മതി. അപ്പോൾ നാളെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ബൈയേഴ്സിനുള്ള ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് നാളേക്കുള്ള ഒരു 2 സ്റ്റോക്കുകൾ, ഇൻട്രാഡേ ചെയ്യാനുള്ള 2 സ്റ്റോക്കുകൾ നോക്കാം. ഒന്ന് ബോറോസിലാണ്. ബോറോസിൽ നാളെ ഈ പ്രീവിയസ് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ലൈന് 514 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബൈ എൻട്രി പോകാം. 510 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 519, 522 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ, അതിന് മുകളിൽ പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് മൈൻറ്റെയിൻസ് ചെയ്ത്, അതായത് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് ഓരോ പോയിൻ്റ് കൂടുമ്പോഴും ഓരോ പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് മുന്നിലേക്ക് കയറ്റി കൊണ്ടുവന്ന് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നിങ്ങൾ ട്രേഡ് എടുക്കരുത്. പരമാവധി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പെട്ടെന്ന് മറക്കും. എൻട്രി കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചാടി പിടിച്ചെടുക്കുന്നവരുണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കാതെ. അപകടം ചെയ്യും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. അടുത്തത് ആഫിൽ ഇന്ത്യയാണ്, AFFL. അതും ഈ പറഞ്ഞ രൂപത്തിൽ പ്രീവിയസ് ഹൈ 1300, അപ്പോൾ 1325 ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി ഓക്കെയാണ്. 1216 കേട്ടോ.
1216 സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. 1234, 1240 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോകാൻ സാധ്യത ഉണ്ട്. പരമാവധി സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്ത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്യുകയോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരുമായി കൂടിയാലോചിച്ച് ട്രേഡ് എടുക്കുകയോ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വേണ്ടി മാത്രമാണ്. പഠിക്കുക, പഠിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങുക, സമ്പാദിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ, ബൈ.